ഹായ് ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും ഫ്രണ്ട്സ്. അപ്പോൾ എല്ലാവർക്കും സുഖമാണ് ഫ്രണ്ട്സ്. അൽഹംദുലില്ലാ, നമുക്ക് വീട്ടിലിവിടെ എല്ലാവർക്കും സുഖമാണ്. അപ്പോൾ ഞാനിന്ന് വന്നിട്ടുള്ളത് ഒരു പപ്പാളിക്കയും കൊണ്ടാണ് കേട്ടോ. നല്ല ടേസ്റ്റുള്ളൊരു പപ്പാളിക്ക പായസത്തിൻ്റെ റെസിപ്പി ആയിട്ടാണ് വന്നിട്ടുള്ളത്. നല്ല ടേസ്റ്റാണ്, ഭയങ്കര സിമ്പിളാണ്. ഇതെല്ലാവരും കാണുക, മക്കൾക്കൊക്കെ ഉണ്ടാക്കി കൊടുക്കുക. വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണുക കേട്ടോ. പിന്നെ കുറച്ച് ചെനച്ച പപ്പാളിക്കയാണ് കേട്ടോ. ഒരുപാട് പഴുത്തതല്ല. ഇനിയിപ്പോൾ ഒരുപാട് പഴുത്ത പപ്പാളിക്ക ആയാലും നമുക്ക് ഇതുപോലെ പായസമൊക്കെ ഉണ്ടാക്കി കഴിക്കാം. നല്ല ടേസ്റ്റ് തന്നെ ആയിരിക്കും. അപ്പോൾ എനിക്ക് കയ്യിൽ കിട്ടിയത് ഒരുപാട് പഴുത്തതല്ല, കുറച്ച് ചെനച്ച പപ്പാളിക്കയാണ് കേട്ടോ. പിന്നെ ഒരാളെ കൂടി നിങ്ങൾക്ക് ഞാൻ ഈ വീഡിയോയിലൂടെ കാണിച്ചു തരുന്നുണ്ട്. നിങ്ങൾ കുറേ ദിവസമായി എൻ്റെ കുക്കിംഗ് വീഡിയോസിലും യാത്രാ വീഡിയോസിലും പപ്പാളിക്ക ഇങ്ങനെയാണ് കേട്ടോ പഴുത്തിട്ടുള്ളത്. ഒരുപാട് പഴുത്തിട്ടില്ല, ഇതുപോലെ കുറച്ച് ചെനച്ചിട്ടേ ഉള്ളൂ കേട്ടോ. ഒരുപാട് പഴുത്ത പപ്പാളിക്ക ആയാലും നമുക്ക് ഇതുപോലെ പായസമൊക്കെ ഉണ്ടാക്കാം. ഇതിപ്പോൾ എനിക്ക് കിട്ടിയത് ഇങ്ങനെയാണ് കേട്ടോ. അപ്പോൾ എൻ്റെ കുക്കിംഗ് വീഡിയോസിലും യാത്രാ വീഡിയോസിലും എല്ലാം വന്നിട്ട് ഇങ്ങനെ ഒരാൾ അന്വേഷിച്ചിട്ട് പോകുന്നുണ്ട്. നിങ്ങൾക്ക് എൻ്റെ പഴയ വീഡിയോസ് കണ്ടവർക്ക് അറിയാം, പുതിയ ഫ്രണ്ട്സിന് അറിയില്ല. വീഡിയോ കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. നമ്മുടെ പീക്കനെ വന്ന് എല്ലാവരും അന്വേഷിച്ചിട്ട് പോകുന്നുണ്ട്. ഒരുപാട് സന്തോഷമുണ്ട്. പീക്കൻ എവിടെ, പീക്കൻ എന്ത് ചെയ്യുന്നു, പീക്കന് സുഖമാണോ, ഇങ്ങനെ ചോദിച്ചിട്ടുള്ള ഓരോ കമൻറ്റ് കാണുമ്പോൾ നമുക്ക് ഭയങ്കര സന്തോഷമാണ് കേട്ടോ. അപ്പോൾ ഞാൻ എപ്പോഴും വിചാരിക്കും പീക്കനെ എന്തായാലും ഒരു ദിവസം കാണിച്ചു കൊടുക്കണം. അപ്പോൾ ശരി, ഇന്നത്തെ വീഡിയോയിലൂടെ നമുക്ക് പീക്കനെയൊക്കെ കാണിച്ചു കൊടുക്കാൻ വിചാരിച്ചിട്ടോ. അപ്പോൾ അത് പപ്പാളിക്ക് കട്ട് ചെയ്യാണ് കേട്ടോ ഫ്രണ്ട്സ്. അതിൻ്റെ ഇടയിലാണ് ഞാനിങ്ങനെ സംസാരിക്കുന്നത്, പീക്കൻ്റെ കാര്യമൊക്കെ സംസാരിക്കുന്നത് കേട്ടോ. പിന്നെ പപ്പാളിക്കത് ആ തോലൊക്കെ കളഞ്ഞിട്ട് ചെത്തിയെല്ലാം കളഞ്ഞിട്ട് ചെറിയ ചെറിയ പീസായിട്ട് നമുക്ക് കുക്കറിലേക്ക് ഇട്ട് കൊടുക്കാം. കുക്കറിലിട്ടിട്ട് ഒരു അര ഗ്ലാസ്സോ 1 ഗ്ലാസ് വെള്ളമൊക്കെ ഒഴിച്ച്, പായസമാണല്ലോ, അപ്പോൾ ഒരു ഗ്ലാസ് വെള്ളവും ഒഴിച്ച് കൊടുത്തിട്ട് നമുക്കിതൊന്ന് കുക്കറിലിട്ടിട്ട് നന്നായിട്ട് ഒരു വിസിൽ വരട്ടെ. ഒരുപാട് പഴുത്ത പപ്പാളിക്കാണെങ്കിൽ ജസ്റ്റ് ഒന്ന് തിളച്ചാൽ മതി. ഇതിപ്പോൾ കുറച്ച് ചെനച്ചതായതുകൊണ്ട് ഞാൻ ഒരു വിസിൽ വയ്ക്കുന്നുണ്ട് കേട്ടോ. എന്നിട്ട് നമുക്കിത് നന്നായിട്ട് ഒരു വിസിൽ ഫുള്ളായി പോയി കഴിഞ്ഞ ശേഷം മാത്രം നമുക്ക് തുറന്ന് നോക്കിയാൽ മതി. അപ്പോഴേക്കും നമുക്ക് പീക്കനെയൊക്കെ ഒന്ന് കണ്ടിട്ട് വരാം അല്ലേ. നമുക്ക് പീക്കനെ നമ്മൾ കുറേ ആയി വീഡിയോയിലൂടെ കാണിച്ചിട്ട്, കാരണം ഇടയ്ക്ക് കുറച്ച് അസുഖമൊക്കെ വന്നു പീക്കന്. അതിൻ്റെ വീഡിയോ ഒക്കെ ഞാൻ എൻ്റെ ചാനലിൽ ഇട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ, മരുന്ന് കൊടുക്കുന്നതും എല്ലാം. അപ്പോൾ പുതിയ ഫ്രണ്ട്സിനൊന്നും അതുപോലെ കട്ടാക്കിയിട്ട് വേണം കേട്ടോ നമ്മൾക്ക് കുക്കറിലിട്ട് കൊടുത്തിട്ട് വിസിലിൽ വയ്ക്കാറുണ്ട്. കുക്കറിലൊക്കെ ഞാൻ ഇടുന്നുണ്ട്. അപ്പോൾ ഒരുപാട് എന്താ പറയുക, ഒരു ചൂടുള്ള സമയത്തൊക്കെ നല്ല അതിന് വയ്യാണ്ടൊക്കെ ആയി, മരുന്നൊക്കെ കൊടുത്തു. ഒരുപാട് പീക്കൻ്റെ വീഡിയോസ് നമ്മൾ എൻ്റെ ചാനലിൽ ഇട്ടിട്ടുണ്ട്. പഴയ ഫ്രണ്ട്സ്മാർക്കൊക്കെ അറിയാം കേട്ടോ. അതുകൊണ്ടാണല്ലോ അവർക്ക് ഇഷ്ടം ആയതുകൊണ്ടാണ് നമ്മുടെ പീക്കനെ വന്നിങ്ങനെ അന്വേഷിക്കുന്നത് തന്നെ അല്ലേ. അതൊക്കെ ഒരുപാട് സന്തോഷമുള്ള കാര്യമാണ് കേട്ടോ. ഒരു ഗ്ലാസ് വെള്ളം ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നമുക്ക് കുക്കർ മൂടിയൊക്കെ വെച്ചിട്ട് വിസിലൊക്കെ വെച്ചിട്ട് ഒരു വിസിൽ വെക്കാം കേട്ടോ. വിസിൽ ഫുള്ളായി പോയി കഴിയുമ്പോഴേക്കും നമുക്ക് പീക്കനെയൊക്കെ ഒന്ന് കണ്ടിട്ട് വരാം. ഇപ്പോൾ പീക്കൻ വല്ലാത്ത കോലത്തിലാണ് കേട്ടോ, കാരണം മഴയല്ലേ, നല്ല തണുപ്പായതുകൊണ്ട് കുളിപ്പിച്ച് കൊടുക്കാനൊന്നും വഴിയില്ല. ഇല്ലെങ്കിൽ ഞാൻ വിസിൽ വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോഴേക്കും വിസിലൊക്കെ ഫുള്ളായി, ഒരു വിസിൽ വന്നിട്ട് ഓഫാക്കിയിട്ട് ഫുള്ളായിട്ട് എല്ലാം ആകുമ്പോഴേക്കും നമുക്ക് പീക്കനെയൊക്കെ ഒന്ന് കണ്ടിട്ട് വരാം. ഇതാണ് നമ്മുടെ പീക്കൻ. പുതിയ ഫ്രണ്ട്സ്മാർക്ക് അറിയില്ല, നമ്മുടെ പീക്കൻ്റെ ഒരുപാട് വീഡിയോസ് എൻ്റെ ചാനലിൽ ഞാൻ ഇട്ടിട്ടുണ്ട്. നിങ്ങൾക്ക് കാണാം, നല്ല രസമായിട്ടുള്ള ഓരോ വീഡിയോസാണ്. പാവം, എവിടേക്ക് വരുന്ന നീ, എന്താണ് നീ എൻ്റെ അടുത്ത് ഓടി വരികയാണ്? എന്താണ് പീക്കോ, എന്തര പീക്കോ, നിന്നെ എത്ര പേര് ചോദിക്കണം അറിയാം, പീക്ക എന്ത് ചെയ്യണ്, പീക്കാടെ അന്വേഷണം പറയണം. നീ ഫേമസ് ആയിട്ടാ പീക്കോ, എത്ര പേര് നിന്നെ ചോദിക്കണ്ടാറി നിന്നെ. പീക്ക എന്ത് ചെയ്യണ്, കുക്കിംഗ് വീഡിയോസിലെല്ലാം വന്ന് കേക്ക് വാങ്ങും. അപ്പോൾ ഫ്രണ്ട്സ്, ഞാനിതാ 5-6 അച്ച് വെല്ലം ഒന്ന് ഉരുകാനായിട്ട് വെച്ചിട്ടുണ്ട്. ഫ്ലെയിമൊക്കെ ഓൺ ചെയ്ത് ഒരു അര ഗ്ലാസ് വെള്ളം ഒഴിച്ച് കൊടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്കൊന്ന് തിളപ്പിക്കണം. കുറച്ച് കട്ടിപ്പാൽ പായസത്തിന്. സാധാരണ തേങ്ങാപ്പാൽ ഒഴിച്ചിട്ട് നമുക്ക് ഈ ഒരു പായസം ഉണ്ടാക്കാം. ഞാനിപ്പോൾ എടുത്തത് പാക്കറ്റ് പാലാണ് കേട്ടോ. പാക്കറ്റ് പാലൊക്കെ ഒരു 1 ലിറ്റർ പാലും ഒഴിച്ച് കൊടുത്തിട്ട് നമുക്കിതൊന്ന്
നന്നായിട്ടൊന്ന് തിളപ്പിക്കാനായിട്ട് വയ്ക്കാം. അപ്പോൾ പീക്കിനെ എല്ലാവരും കണ്ടല്ലോ ഫ്രണ്ട്സ്. പുതിയ ഫ്രണ്ട്സ്മാർക്കൊക്കെ ഇഷ്ടമായോ നമ്മുടെ പീക്കിന്? ഒരുപാട് വീഡിയോസ് ഉണ്ട് കേട്ടോ എൻ്റെ ചാനലിൽ. നിങ്ങൾക്ക് വേണമെങ്കിൽ ഇഷ്ടപ്പെട്ടാലൊക്കെ ഒന്ന് കാണാം കേട്ടോ. നല്ല അനുസരണയുള്ള പീക്കനാണ്. ഇവിടെ വെല്ലമൊക്കെ ഉരുകി വരുന്നുണ്ട്. അപ്പോൾ നമുക്കിനി പായസം ഉണ്ടാക്കണം അല്ലേ? നമുക്ക് പായസം ഉണ്ടാക്കാം. പാലൊക്കെ ഒന്ന് നന്നായിട്ട് തിളച്ച് വരട്ടെ. പിന്നെ അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് ഒന്ന് ഇളക്കി കൊടുക്കുക കേട്ടോ. ജസ്റ്റ് ഇങ്ങനെ ഒന്ന് ഉരുകി വരട്ടെ. ഒന്ന് ഇളക്കി കൊടുക്കുക. പിന്നെ എന്താണ്, ഇപ്പോൾ കുളിപ്പിച്ച് കൊടുക്കാനൊന്നും വഴിയില്ല കേട്ടോ. തണുപ്പ് സമയമല്ലേ. അപ്പോൾ ചൂടായപ്പോഴൊക്കെ ഒരുപാട് വയ്യാണ്ടൊക്കെ ആയി. ഒരുപാട് ഇഞ്ചക്ഷനൊക്കെ എടുത്തു. ഇപ്പോൾ ക്ലിയറായി. ഇപ്പോൾ മഴക്കാലം ആയതുകൊണ്ട് കുളിപ്പിച്ച് കൊടുക്കാനൊന്നും വഴിയില്ല. അതുകൊണ്ട് ആകെ ഒരു അഴുക്ക് പിടിച്ച പോലെയാണ് ഇപ്പം നമ്മുടെ പീക്കൻ. എന്നാലും പോട്ടെ, സാരമില്ല. ഇനി നല്ല വേനൽക്കാലമൊക്കെ വരുമ്പോൾ കുളിപ്പിച്ച് കൊടുക്കണം. കുളിപ്പിച്ച് കൊടുക്കണ വീഡിയോ ഒക്കെ കുളിക്കാനൊക്കെ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ നമ്മുടെ പീക്കന്. അതിൻ്റെ വീഡിയോസൊക്കെ എൻ്റെ ചാനലുണ്ട്, താല്പര്യമുള്ളവർക്ക് കാണാം. പിന്നെ ഇതാ പപ്പാളിക്ക നന്നായിട്ട് വിസിലൊക്കെ പോയി കേട്ടോ. അപ്പം ഞാനൊന്ന് ജസ്റ്റ് തുറന്ന് നോക്കി. ഇതാ നന്നായിട്ട് ജസ്റ്റ് ഒന്ന് ഉടച്ചും കൂടി കൊടുക്കുക. പിന്നെ അപ്പോൾ കരണ്ടിയിൽ തന്നെ ഞാൻ ഉടച്ചു കൊടുക്കുകയാണ്. ഇങ്ങനെ കുത്തി ഉടച്ചു കൊടുക്കുകയാണ് കേട്ടോ. അപ്പോൾ നല്ല ടേസ്റ്റുള്ളൊരു പായസമാണ് ഫ്രണ്ട്സ്. പപ്പാളിക്ക കഴിക്കാത്തവർക്കൊക്കെ ഇതുപോലെ പായസമൊക്കെ ഉണ്ടാക്കി കൊടുത്താൽ അവർക്കൊക്കെ നല്ല ഇഷ്ടമാവും കേട്ടോ. ഇവിടെയൊക്കെ നല്ല ഇഷ്ടമായി ഒരു പപ്പാളിക്ക പായസം. ഇതാ കണ്ടല്ലോ. അപ്പം ജസ്റ്റ് ഇങ്ങനെ നമ്മുടെ വീട്ടിൽ പരിപ്പ് മത്തൊക്കെ ഉണ്ടാവുമല്ലോ, അതിലും നമുക്ക് ഇങ്ങനെ ഇട്ടിട്ട് കടഞ്ഞിട്ട് ഒന്ന് ഉടച്ചു കൊടുക്കുക. ഇല്ലെങ്കിൽ ഇതുപോലെ കരണ്ടി എടുത്തിട്ട് കുത്തി ഉടച്ചു കൊടുക്കുക കേട്ടോ. അപ്പോൾ കുറച്ചൊക്കെ ചെറിയ പീസൊക്കെ അതിൽ വരും. അതൊന്നും സാരമില്ല. അതൊക്കെ ഒരു പായസത്തിൽ ഇടയിലൊക്കെ ഓരോന്ന് കിട്ടുമ്പോൾ നല്ല ടേസ്റ്റാണ്. കണ്ടല്ലോ, ഇടയിൽ ഓരോ പീസൊക്കെ ഉണ്ടാവും കേട്ടോ. അപ്പോൾ ഒന്നായിട്ട് ഞാനങ്ങനെ കടഞ്ഞിട്ടില്ല കേട്ടോ. ജസ്റ്റ് കുറച്ചൊക്കെ അങ്ങനെ വിട്ടിട്ടാണ് ചെയ്തിട്ടുള്ളത്. അപ്പം നമ്മൾ ഈ വെല്ലം എന്തായാലും ഒന്ന് അരിച്ചെടുക്കണം കേട്ടോ. എന്തായാലും അതിൽ ചെറിയ മണ്ണ് കരടൊക്കെ ഉണ്ടാകും. അപ്പോൾ ഒന്ന് അരിച്ചെടുക്കണം. അപ്പോൾ ഞാൻ കുറച്ചായിട്ട് അരിച്ചെടുത്തിട്ട് ഇതിൽ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പം നമുക്ക് ഈ പാലുണ്ടല്ലോ, പാക്കറ്റ് പാല്, ഞാൻ പാക്കറ്റ് പാലാണല്ലോ എടുത്തത് ഈ പായസം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്. പാല് തിളച്ച് വന്നപ്പോൾ ഞാൻ അതും ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഇതിന് പകരം നമുക്ക് വേണമെങ്കിൽ തേങ്ങാപ്പാൽ എടുക്കാം കേട്ടോ. തേങ്ങാപ്പാൽ ഒഴിച്ചിട്ടും ഈ പായസം ഉണ്ടാക്കുക. അപ്പോൾ തേങ്ങാപ്പാൽ ഒഴിച്ചിട്ട് നിങ്ങൾ പായസം ഉണ്ടാക്കിയാലും നല്ല ടേസ്റ്റാണ്. അപ്പോൾ തേങ്ങാപ്പാൽ എടുക്കുന്നതിൻ്റെ വീഡിയോ ഒക്കെ എൻ്റെ ചാനലിൽ ഞാൻ ഇട്ടിട്ടുണ്ട്. എൻ്റെ ചാനൽ വീഡിയോസിൽ പോയിട്ട് ഒന്ന് ജസ്റ്റ് താഴെ ഒന്ന് ഇറങ്ങിപ്പോയി നോക്കിയാൽ കാണാൻ പറ്റും തേങ്ങാപ്പാൽ എങ്ങനെ ഈസി ആയിട്ട് എടുക്കാമെന്നൊക്കെ കാണിച്ചിട്ടുള്ള വീഡിയോസൊക്കെ എൻ്റെ ചാനലിലുണ്ട്. അപ്പം എങ്ങനെ വേണമെങ്കിലും ഉണ്ടാക്കാം കേട്ടോ. ഇങ്ങനെ പാലൊഴിച്ചിട്ട് നമുക്ക് ഉണ്ടാക്കാം, ഇല്ലെങ്കിൽ തേങ്ങാപ്പാൽ ഒഴിച്ചിട്ട് ഉണ്ടാക്കാം. അപ്പം ഞാനിപ്പോൾ പാലൊഴിച്ചിട്ടാണ് ഈ പായസം ഉണ്ടാക്കിയത് കേട്ടോ. പക്ഷെ തേങ്ങാപ്പാൽ ഒഴിച്ച് വെച്ചാൽ കുറച്ചും കൂടി ടേസ്റ്റ് കൂടും കേട്ടോ. പക്ഷെ എന്തായാലും നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ. ഈ പാലൊഴിച്ചിട്ട് വെച്ചിട്ട് നല്ല ടേസ്റ്റ് തന്നെയായിരുന്നു. പിന്നെ ഒരു 5-6 ഏലക്ക കുരുവൊക്കെ തോല് കളഞ്ഞിട്ട് കുരുയിട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ ഞാൻ ഇടയ്ക്കിടയ്ക്ക് ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കുന്നുണ്ട് മധുരം കറക്റ്റാണോ എന്ന് കേട്ടോ. അപ്പം ഞാനിതാ കുറച്ചായിട്ട് ഇങ്ങനെ അരിച്ച് അതിൽ ഒഴിച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇതാ ഒഴിച്ച് കൊടുത്തിട്ട്, പിന്നെ പായസം എന്ന് പറയുമ്പോൾ എന്തായാലും ഒരു മധുരമൊക്കെ വേണമല്ലേ, അതാണല്ലോ അതിൻ്റെ ഒരു ടേസ്റ്റ് അല്ലേ. പിന്നെ നമ്മളിതിൽ പഞ്ചസാരയൊന്നും ഇടുന്നില്ലല്ലോ, വെല്ലമാണല്ലോ ഇടുന്നത്. അതുകൊണ്ട് നമുക്ക് അത്ര ശരീരത്തിന് കേടുള്ള ഒരു സംഭവമൊന്നും അല്ലല്ലോ അല്ലേ വെല്ലം. പഞ്ചസാരയാണല്ലോ ശരീരത്തിന് ഒരുപാട് കേടെന്നൊക്കെ നമ്മൾ അറിയണത്. അപ്പോൾ ഇടയ്ക്ക് ഓരോന്നൊക്കെ ഇങ്ങനെ ചെറിയ പീസൊക്കെ അതിൽ വരുന്നുണ്ട്. അതൊന്നും സാരമില്ല കേട്ടോ. പിന്നെ അപ്പോൾ കണ്ടല്ലോ, അതൊന്നും സാരമില്ല കേട്ടോ. അപ്പോൾ കുറച്ച് കാഷ്നട്ട് മുന്തിരിയൊക്കെ നമുക്കിനി ഒന്ന് നെയ്യിലൊന്ന് താളിച്ചിട്ട് നമുക്ക് നെയ്യിട്ടിട്ട് നന്നായിട്ടൊന്ന് നെയ്യൊക്കെ ഇട്ട് കൊടുത്ത് ഒന്ന് ആ കാഷ്നട്ടും മുന്തിരിയൊക്കെ ജസ്റ്റ് അതിലൊന്ന് ഇട്ട് ഇളക്കി ഒന്ന് മൂപ്പിച്ചിട്ട് നമുക്ക് ഈ പായസത്തിൽ ഇട്ട് കൊടുക്കാം. നല്ല ടേസ്റ്റുള്ളൊരു പായസമാണ്. നിങ്ങളെല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്യണം കേട്ടോ. അടിപൊളി ടേസ്റ്റാണ്. ഒരുപാട് ഇൻഗ്രീഡിയൻസും വേണ്ട. നമ്മുടെ വീട്ടിലുള്ള ഇൻഗ്രീഡിയൻസ് വെച്ചിട്ട് കാഷ്നട്ടും കുറച്ച് മുന്തിരി, ഇപ്പം നമ്മുടെ വീട്ടിൽ കുറച്ച് കറുപ്പ് മുന്തിരിയാണ് ഉള്ളത് കേട്ടോ. അപ്പോൾ അതൊക്കെ ഇട്ടിട്ടാണ് ഞാൻ പായസം ഉണ്ടാക്കുന്നത്. നമ്മുടെ വീട്ടിലുള്ള മുന്തിരി, കാഷ്നട്ട്, നെയ്യ്, പാല്, പിന്നെ പപ്പായ, ഇതൊക്കെ വെച്ചിട്ട് നമുക്കിങ്ങനെ പായസമൊക്കെ ഉണ്ടാക്കിയിട്ട് മഴ വരുന്ന സമയത്ത് ഒരു ഈവനിങ് സമയത്ത് ചൂടോടെ കുടിക്കുമ്പോൾ
നല്ല അടിപൊളി ടേസ്റ്റ് ആയിരിക്കും കേട്ടോ. അപ്പം നിങ്ങളിത് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. അതുപോലെ നമ്മുടെ പീക്കനെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ? പുതിയ ഫ്രണ്ട്സ്മാർക്കൊക്കെ ഇഷ്ടമായോ ഫ്രണ്ട്സ്? നമ്മുടെ പീക്കൻ പൂച്ചക്കുട്ടികളുടെ സ്വഭാവമാണ് നമ്മുടെ പീക്കൻ കേട്ടോ. പുറത്ത് വിട്ടാൽ ഞാൻ എവിടെയാണ് ഇരിക്കുന്നത് നോക്കി നോക്കി വന്നിട്ട് എൻ്റെ അടുത്ത് ഇങ്ങനെ മേലെ ഈ പൂച്ചക്കുട്ടികളൊക്കെ നമ്മുടെ കാലിൽ വന്ന് ഇങ്ങനെ വന്നിട്ട് മുട്ടി 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 ഇരിക്കില്ല, അതുപോലെ വന്ന് എൻ്റെ അടുത്ത് വന്ന് ഇങ്ങനെ ചേർന്നിരിക്കും കേട്ടോ. അങ്ങനെയാണ് കേട്ടോ. ഭയങ്കര സ്നേഹമുള്ളൊരു നമ്മുടെ ഒരു കോഴിയാണ് പീക്കാക്കോഴി. കുഞ്ഞുനാളിലേ കൊണ്ടുവന്ന് വളർത്തിയതാണ് നമ്മുടെ പീക്കാക്കോഴീനെ. ഒരുപാട് വീഡിയോസ് എൻ്റെ ചാനലിലുണ്ട് കേട്ടോ, താല്പര്യമുള്ളവർക്ക് കാണാം. അപ്പോൾ അത് പായസം ഇവിടെ റെഡിയായി ഫ്രണ്ട്സ്. അടിപൊളി പായസമാണ്, എല്ലാവരും ട്രൈ ചെയ്യാം കേട്ടോ. ബൈ.